അറിയിച്ചു. എന്താണ് ആ മർമ്മം? അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയായി കൊണ്ടു തന്നെ. ശ്രദ്ധിക്കുക, ദൈവഹിതത്തിന്റെ ആ മർമ്മം നമ്മളെ അറിയിക്കുകയാ. എന്താണത്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരണമെന്നുള്ള കാലസമ്പൂർണതയിലെ, അതായത് സമയം അവസാനിക്കുമ്പോഴുള്ള വ്യവസ്ഥയ്ക്കാണത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് പിന്നെയും. അപ്പോ നേരത്തെ ഇത് ഒന്നായിരുന്നു, പിന്നെയും എന്ന് പറഞ്ഞപ്പോ അതിനെ വീണ്ടും ഒന്നാക്കാൻ പോവുക. നേരത്തെ ഇത് ഒന്നായിരുന്നു, എന്തൊക്കെയോ പ്രവർത്തനം കൊണ്ട് ഇത് രണ്ടായി, വീണ്ടും അതിനെ ഒന്നിപ്പിക്കുകയാണ്. സ്തോത്രം. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് കണ്ടോ, രണ്ട് ലൈൻസ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നു. യെല്ലോ കാണിച്ചിരിക്കുന്നത് നേരത്തെ സ്വർഗവും ഭൂമിയും ഒന്നായിരുന്ന ഒരു ക്രമീകരണമാണ്. ഈ ടൈം ലൈനിന്റെ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നേരത്തെ ഒന്നായിരുന്നു, പക്ഷെ ചില പ്രവർത്തനം മൂലം ഇത് രണ്ടും രണ്ടായി. സ്വർഗീയമായത് ഭൗമികമായത് ഇത് രണ്ടും രണ്ടായി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അത് രണ്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടായി പോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെ നടുവില് ഒരു സപ്പറേഷൻ, ഒരു കറുത്ത വിധാനം, രണ്ടും തമ്മിൽ അടുക്കാത്ത രീതിയിലുള്ള ഒരു കറുത്ത വിധാനം കിടക്കുകയാണ്. തുടർന്ന് അത് അവസാനം കടന്നു വന്നിട്ട് ക്രിസ്തുവിൽ അത് വീണ്ടും ഒന്നാവുകയാണ്. എപ്പോ? കാലസമ്പൂർണതയിൽ. സ്തോത്രം. അത് വീണ്ടും ഒന്നാവുകയാണ്. ഇതാണ് ദൈവത്തിന്റെ ഹിതത്തിന്റെ മർമ്മം. നമ്മളെ കർത്താവ് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് തരിക. ഇന്നതാണ് മക്കളെ, ഇന്നതാണ് മക്കളെ, ഇന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളായിരിക്കുന്ന പാർട്ട് ഇപ്പോൾ ഇവിടെയാ, ഈ സ്ഥലത്ത് നമ്മളായിരിക്കുന്നത്. നമ്മളുടെ പദ്ധതി എന്താണ്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ചർച്ച ചെയ്തു കൊടുക്കേണ്ടത്? ഇത് നാം മനസ്സിലാക്കി അത് പ്രവർത്തിക്കുന്നവനാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. ഇന്നലെ നാം കേട്ടല്ലോ, ദൈവ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. ഒരു യഥാർത്ഥ ആത്മീയന്റെ ആഹാരം കുറെ നല്ലത് ചെയ്ത് പ്രവർത്തിക്കുന്നതല്ല. അങ്ങനെ ഇഷ്ടമായ ആളുകളുണ്ട്. അതിനല്ല, ദൈവ ഇഷ്ടം ചെയ്ത്, എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇഷ്ടം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അവന്റെ പ്രവൃത്തി തയ്ക്കുന്നതാണ് എന്റെ ആഹാരം. മനസ്സിലായോ? സ്തോത്രം. അനേക ദൈവദാസന്മാരും ദൈവമക്കളും സ്ട്രഗിൾ ചെയ്യുന്നതും തെറ്റിപ്പോകുന്നതുമായ മേഖല ഇതാ. അവർക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. എന്തെങ്കിലും നമുക്ക് ചെയ്യാം. ആ ചെയ്യുന്ന എന്തായിരിക്കും എന്നറിയാമോ? കർത്താവിന്റെ സാക്ഷ്യത്തെ നമ്മൾ അറിയിക്കുക. അത് നമ്മുടെ ജനറൽ കോളിംഗ് ആണ്. അത് നമുക്ക് എല്ലായിടത്തും അറിയിക്കാം. പക്ഷെ നമ്മൾ ജനറൽ കോളിംഗ് മാത്രമല്ല, നമുക്കൊരു സ്പെസിഫിക് കോളിംഗ് ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് പൗലോസിനെ നമുക്കറിയാം, ബർണബാസിനെയൊക്കെ അറിയാം അല്ലെ? പൗലോസിനെ കർത്താവ് നാശത്തിൽ നിന്ന് വീണ്ടെടുത്തു. തുടർന്ന് പൗലോസ് എന്ത് ചെയ്തു? താൻ ജനറലായിട്ട് തന്റെ സാക്ഷ്യം അറിയിച്ച് നടന്നുകൊണ്ടേയിരുന്നു. അതിൽ പൗലോസ് വിശ്വസ്തത തെളിയിച്ചു. എങ്ങനെയാണോ ക്രിസ്ത്യാനികളെ കൊന്ന് ഒടുക്കുവാൻ താൻ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചത്, അതിലും ഉപരി ക്രിസ്തുവിനെ അറിയിക്കുവാനുള്ള സാക്ഷ്യം താൻ അറിയിച്ചുകൊണ്ടേയിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 13 എന്താ സംഭവിച്ചത്? കർത്താവ് പറയുകയാണ്, നാളുകളോളം നടന്നു. 13-ാം അധ്യായത്തിൽ പറയുകയാണ്, പൗലോസിനെയും ബർണബാസിനെയും ഞാൻ വിളിച്ച ആ വേലയ്ക്ക് വേർതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളെ എല്ലാവരെയും വിളിച്ച ഒരു വേലയുണ്ട്. വിളിച്ച ഒരു വേല. ആർക്കും വേലയില്ലാതില്ല, എല്ലാവർക്കും വേലയുണ്ട്. സ്തോത്രം. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നോക്കിയേ, എല്ലാ അവയവത്തിനും ഓരോരോ വേലയുണ്ട്. ഇവൻ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോലും അതിനൊരു വേലയുണ്ട്.
സ്തോത്രം. എല്ലാറ്റിനും വേലയുണ്ട്. ഇതേപോലെ തന്നെ ക്രിസ്തുവിന്റെ സഭയായ ശരീരത്തിലെ അംഗമായി നമുക്ക് ഓരോരുത്തർക്കും വേലയുണ്ട്. തീർച്ചയായും വേലയുണ്ട്. ആ വേല നാം മനസ്സിലാക്കി നാം അത് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. വേല നാം മനസ്സിലാക്കണമെങ്കിൽ രണ്ടാം പറ മാവ് പുളിപ്പിക്കണം. എങ്കിലേ വേല എന്താന്ന് മനസ്സിലാവൂ. രണ്ടാം പറ മാവ് പുളിപ്പിക്കാതെ വേല മനസ്സിലാകില്ല. ദൈവത്തിന്റെ വചനം റോമൻസ് 12:2 പറയുക, കുഞ്ഞേ, നിന്നെ സംബന്ധിച്ച് പൂർണ്ണതയുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദൈവഹിതം ഉണ്ട്. അത് നീ മനസ്സിലാക്കണമെങ്കിൽ നീ മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തണം. അതിൽ തന്നെ കുറച്ച് ആഴമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. എങ്ങനെയാണ് മനസ്സ് പുതുക്കുന്നത്? നമ്മൾ സാധാരണ പുതുക്കുന്ന ആ പുതുക്കലല്ല കർത്താവ് പറയുന്ന പുതുക്കൽ. അത് എങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അല്പം മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ കാര്യം കൂടി മനസ്സിലാക്കും. നമ്മൾ ഇതുവരെയും അതിന്റെ ആ കറക്റ്റ് എയിമിലേക്ക് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അവിടെ എത്തിയിട്ടില്ല. ദൈവത്തിന്റെ വചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. സഭയുടെ മൂലക്കല്ലാണ് യേശു ക്രിസ്തു. എന്നാൽ സഭ പണിയുവാൻ കർത്താവ് ഉപയോഗിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഒരു മാതൃകയായിട്ട് എടുക്കുന്നുവെങ്കിൽ സകല മേഖലകളിലും ജയം പ്രാപിക്കുവാനിടയാണ്. മത്തായി 16:18 വായിച്ച. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇനി മതി. അതിന്റെ 13 മുതൽ താഴേക്ക് വായിച്ചു. യേശു ഫിലിപ്പിന്റെ കൈസരിയയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. വായിച്ചു വ്യക്തമായിട്ട് കേട്ടല്ലോ. കർത്താവ് പറയാണ്, സപ്രഷൻ പറയുക, 2 വെളിപ്പെടുത്തലുകൾ. ജഡരക്തങ്ങളല്ല, പറഞ്ഞേ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ ഇത് വെളിപ്പെടുത്തിയത്. അപ്പൊ ഇത് മനുഷ്യനിൽ നിന്ന് ജനിച്ചതാണോ? പിന്നെ എവിടെന്നാ ആ വാക്ക് ജനിച്ചേ? ദൈവത്തിൽ നിന്നാ ജനിച്ചേ. ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? ജയിച്ചിരിക്കുന്നു അല്ല സിസ്റ്ററെ, ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതൊക്കെയും whatsoever born of God will take victory over the world. ലോകത്തെ ജയിക്കുന്നു. മനസ്സിലായോ? സ്തോത്രം. ഓടിപ്പോകരുത്. ലോകത്തെ ജയിക്കുമെന്നുള്ള വിശ്വാസം തന്നെയോ? ഇതല്ല. എന്താണെന്ന് മനസ്സിലാക്കി നാം മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് ജയം പ്രാപിക്കുവാനിടയാവും. ഒരു യഥാർത്ഥ ദൈവം ഇതിൽ തോൽവി ഇല്ലാത്തതിന്റെ കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ചതും കൊണ്ടാണ് അവൻ പോണേ.
യൂണിവേഴ്സിൽ ഒരു ശക്തിക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈ ഫോർമുലയാ കർത്താവ് പറഞ്ഞ്, ഈ പ്രിൻസിപ്പിളാ കർത്താവ് പറഞ്ഞ്. ഈ പാറമേൽ നമ്മൾ പറയുന്ന കാര്യമുണ്ട്. ചിലർ പറയും തല്ലു പിടിക്കുന്ന കാര്യം പത്രോസാണ് പാറ, ചിലർ പറയും യേശു ആണ് പാറ. സത്യമായിട്ട് യേശു ആണ് മൂലക്കല്ല്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്ന പാറ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഈ വചനം ഉണ്ടല്ലോ, ഈ വചനമാ ആ പാറ. സ്തോത്രം. വചനമാണ് പാറ. ഇതിൽ എഴുതിയിരിക്കുന്ന വചനമല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ച വചനം. വചനം 2 ടൈപ്പ് ഉണ്ട്. ഇത് ലോഗോസ്, എഴുതപ്പെട്ട വചനം. വേറെ വചനമുണ്ട് രേമ, അതാണ് ജനിച്ച വചനം. സ്തോത്രം. ജനിച്ച വചനം, അതായത് ഈ ജനിച്ച വചനത്തിന്റെ മുകളിൽ മിശിഹ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹ എന്ന ഈ വചനത്തിന്റെ മുകളിൽ ഞാൻ എന്റെ സഭയെ പണിയും. ഇതിനെ ജയിക്കാൻ പിശാചിന് കഴിയുകയില്ല. സ്തോത്രം. അപ്പൊ പിശാച് ജയിക്കാതിരിക്കണമെങ്കിൽ ശ്രദ്ധിക്കുക, ദൈവത്തിൽ നിന്ന് ജനിച്ച വചനമുണ്ടോ അതും കൊണ്ട് മുന്നോട്ടേക്ക് പോക്കോ, പിശാചിനൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല. സ്തോത്രം. ഇതുകൊണ്ടാണ് ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ മത്തായി 5, 6, 7 ഗിരിപ്രഭാഷണം കഴിഞ്ഞിട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നത്, ഈ വചനങ്ങളെ വായിക്കുന്നവന്റെ കാര്യമല്ല പറയുന്നത്, കേട്ട് ചെയ്യുന്നവനല്ല. കേട്ട് ചെയ്യുന്നവനല്ല. പാറമേൽ പറഞ്ഞേ, പാറമേൽ, പാറമേൽ, പാറമേൽ. അപ്പൊ കേട്ട വചനം എന്താ? കേട്ട വചനമാണ് പാറ. മനസ്സിലാവുന്നുണ്ടോ? കേട്ട വചനം, വായിച്ച വചനമല്ല. വായിച്ച വചനം വേണമെങ്കിൽ കേൾക്കാം. വിശ്വാസം എങ്ങനെ വരുന്നേ? വായിക്കുമ്പോഴല്ല, കേൾക്കുമ്പോഴാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വായിച്ച വചനം വേണമെങ്കിൽ കേൾക്കാം. ഈ ചെവി കൊണ്ടല്ലെന്ന് മാത്രം, അകത്തെ ചെവി കൊണ്ട്. ഓ, വചനം വായിച്ചപ്പോ അത് എന്നോട് തന്നെ പറയണായിട്ട് തോന്നി. ഓ മൈ ഗോഡ്, അത് കേട്ട വചനാ, വായിച്ചതല്ല. വായിച്ചപ്പോ കേട്ടു. മനസ്സിലാവുന്നുണ്ടോ? പ്രസംഗിച്ചപ്പോ ചിലപ്പോ ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോ ചില വചനം മാത്രമേ കേൾക്കത്തുള്ളൂ. പലരും കേൾക്കുന്നത് പലതാ. സ്തോത്രം. പലർക്കും പലതാ കേൾക്കണം. ആ കേട്ട വചനം അത് പാറയാ, അത് ദൈവത്തിൽ നിന്ന് ജനിച്ചതാ. അതിന്റെ മോളിൽ പണിതോ പിശാച് ജയിക്കില്ല. മനസ്സിലായോ? സ്തോത്രം. നമ്മളുടെ ബുദ്ധിയിൽ നമ്മൾ പണിയാൻ തുടങ്ങിയാൽ തോറ്റുപോകും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളുടെ ബുദ്ധിയിലല്ല പണിയണ്ടേ. ഒരിക്കല് യോഗിച്ചോന്റെ ആണെന്ന് തോന്നുന്നു, ഒരു പുസ്തകം വായിച്ചപ്പോ അതിൽ ചിലര് കർത്താവ് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു, അതുകൊണ്ട് ഞങ്ങൾക്കും വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാം, പുസ്തകത്തിൽ നിന്ന് എടുത്തു. പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കി അവരൊരു ദിവസം നിശ്ചയിച്ചു, ആളിലൊക്കെ കൂട്ടി വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു. പക്ഷെ അല്ലാതെ താന്നുപോയി. സ്തോത്ര. അങ്ങനെയുള്ള വചനത്തിന്റെ കാര്യമല്ല പറഞ്ഞേ, കേട്ട വചനം. സ്തോത്രം. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വചനം. ഇന്നലെ പറഞ്ഞില്ലേ, ഈ നിങ്ങൾ ഇപ്പോൾ കാണുന്ന കാര്യം ഇന്നലെ രാവിലെ 7 മണിക്ക് പറഞ്ഞതാ. കേട്ട വചനം, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. പാതാള ഗോപുരം എന്ന് വെച്ചാൽ എന്താണെന്ന് നാം മനസ്സിലാക്കണം. പാതാള ഗോപുരം എന്ന് വെച്ചാൽ ഒരു ഗോപുരമല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുകയാണെങ്കിൽ ഗേറ്റ് ഓഫ് ഹേഡിസ്. ഗേറ്റ് അല്ല, ഗേറ്റ്സ്. ധാരാളം ഗേറ്റ്സ് ആണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ പല ഗേറ്റ്സുകൾ നമുക്ക് കാണാം. ഓരോ എയർപോർട്ടും ഇന്ത്യയുടെ ഓരോ ഗേറ്റുകളാണ്. സീപോർട്ടുകൾ ഗേറ്റുകളാണ്. ഇതിലൂടെ എല്ലാം പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക്